നാട്ടിൽ പോകാനായില്ലേ? നാട്ടിലോട്ട് പോകണം, അതിന്റെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിലെന്താ ഒരു വിഷമം? സാധാരണ നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിലുള്ള ഉണ്ടാവില്ലേ? വിഷമം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലേ, അത് തന്നെയാണ് സംഭവം. സോഷ്യൽ മീഡിയയിലെ മറ്റേ ചേട്ടന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? അതും ഒരു കാരണമാണ്. അത് പോയിട്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ റീച്ചിന് വേണ്ടി എന്തും ചെയ്യാം. ആരുടെ ഒരു ഫീലിങ്സിന് ഒരു വിലയില്ല. മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണന പോലും ആരും തരുന്നില്ല. എല്ലാം സോഷ്യൽ മീഡിയ റീച്ചിനും കണ്ടന്റിനും വേണ്ടി മാത്രം ജീവിക്കുന്നവരെ പോലെ. അതെനിക്ക് അറിഞ്ഞൂടാ, അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും അത് സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ കുറേ അതിനടിയിൽ പോയി കമന്റ് ചെയ്ത് ഇവരെ നാറ്റിച്ച് അവസാനം അയാള് മരിച്ച സമയത്ത് ഇനി ഇവരെ കുറ്റം പറയും, ഈ കുട്ടിയെ കുറ്റം പറയും. പിന്നെ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സംഭവം ഉണ്ടാക്കണവരെ ഈ കമന്റ് ചെയ്യണവരും അല്ലെങ്കിൽ ഇവരൊക്കെ എന്താണ്, എന്തെങ്കിലും ആലോചിച്ചിട്ടാണോ കമന്റ് ചെയ്യണമെന്ന് പോലും എനിക്കറിയാം. സോഷ്യൽ മീഡിയ വന്നാൽ പിന്നെ ആർക്കും എന്തും കാണിക്കുക എന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ. റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുക എന്നുള്ളത് മാത്രം. റീച്ച് കിട്ടണം, എന്ത് കോപ്രാടത്തരം കാണിച്ചിട്ടായാലും റീച്ച് കിട്ടണം, അത് മാത്രമേ ഉള്ളൂ. അതിൽ സത്യം എന്താ കളവെന്താ എന്നുള്ളത് ആർക്കും തിരിച്ചറിയാനും പറ്റില്ല. അതിനൊക്കെ അനുകൂലിച്ച് കണ്ടിട്ട് ആ സമയത്ത് കുറേ കമൻറ്റുകളും വരും. അതാണ് സംഭവിച്ചത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്തായാലും നാളെ നാട്ടിൽ പോകാം, അല്ലാതെ ഒരു രക്ഷയില്ല. എന്തായാലും നീ സേഫായിട്ട് പോയിട്ട് വാ. അല്ല, എന്തിനായി കാർബോർഡ്? ഇതൊന്നും ഇല്ലാതെ ഇനി കേരളത്തിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. നിയമങ്ങളൊക്കെ അങ്ങനെയല്ലേ. എനിക്ക് ഈ വീട്ടിൽ പോയി എൻ്റെ പിള്ളേരെയും ഭാര്യയൊക്കെ കാണണം, അല്ലാതെ നടക്കൂല. ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ആരാണ് തെറ്റുകാരനെന്ന് നമുക്ക് വിധിക്കാൻ കഴിയില്ല. മരിച്ചയാൾ തെറ്റുകാരനെന്ന് പറയാനും മറ്റേയാൾ തെറ്റുകാരിയെന്ന് മുദ്ര കുത്താനും നമ്മൾ യോഗ്യരല്ല. നിയമം വിധി പറയുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ വിധി പറഞ്ഞപ്പോൾ തെറ്റ് ചെയ്തത് അവർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കട്ടെ.